ഡമാസ്കസിന്റെ അന്വേഷണങ്ങൾ അവസാനിക്കുന്നില്ല. ചില വ്യക്തികളിലൂടെ നമ്മൾ ചില രാജ്യങ്ങളെ കണ്ടുമുട്ടും. ആ രാജ്യത്ത് ജനിച്ച, ആ രാജ്യത്തിന്റെ കീർത്തി ലോകമാകെ പരത്തിയ ചില മഹാന്മാരിലൂടെ മാത്രമല്ല, സാധാരണയിൽ സാധാരണക്കാരായ ആളുകളും അതിന് നിമിത്തമാകും. ഇങ്ങനെ അത്ഭുതത്തോടെയോ ആദരവോടെയോ അല്ലെങ്കിൽ അനുകമ്പയോടെയോ ഓർക്കാൻ കഴിയുന്ന ഒന്നാണ് സിറിയയും അത് തന്ന അനുഭവങ്ങളും. മുഹിയുദ്ദീൻ എന്നാണ് അയാളുടെ പേര്. സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ നിന്ന് കച്ചവട സാധ്യത തിരിഞ്ഞ് UAE-യിൽ വന്ന ഒരു സാധു മനുഷ്യൻ. മധ്യവയസ്സെത്തും മുമ്പേ തന്നെ 9 മക്കളുടെ പിതാവായി മാറിയ ആൾ. കുട്ടികൾ തമ്മിൽ 1.5 - 2 വയസ്സിന്റെ വ്യത്യാസമാണുള്ളത്. അത്രയും കുട്ടികളെ പ്രസവിച്ചിട്ടും യൗവനം ഒളിമങ്ങാത്ത ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു. ഷാർജയിലെ ഓൾഡ് സൂക്കിന് മുമ്പിലുള്ള റോഡ് കുറുകെ കടക്കാൻ സിഗ്നൽ വിളക്കിലെ ചുവപ്പ് മാറി പച്ച തെളിയാൻ കാത്തുനിൽക്കുന്നവർക്കിടയിലാണ് 7 മക്കളുമായി മുഹിയുദ്ദീനെയും ഭാര്യയെയും ഞാൻ കാണുന്നത്. ഇളയ 2 കുട്ടികളെ നാട്ടിൽ നിർത്തിയിരിക്കുന്നു. റോഡ് കടക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞാനും എതിർവശത്ത് നിൽക്കുന്നത്. ഇറാനികളും ഇറാഖികളും കച്ചവടം ചെയ്യുന്ന പഴയ സൂക്കിൽ നിന്ന് വാങ്ങിയ കുറേയധികം സാധനങ്ങളുടെ ഭാരവും പേറിയാണ് ഞാൻ നിൽക്കുന്നത്. സിഗ്നൽ വിളക്ക് പച്ചയണിഞ്ഞപ്പോൾ ഭാരം കൈകൊണ്ട് വഹിക്കാനാവാതെ ചുമലിലേറ്റിയാണ് റോഡ് കടന്നത്. നിമിഷങ്ങൾ കൊണ്ട് വിളക്ക് വീണ്ടും ചുവപ്പായതുകൊണ്ട് 7 മക്കളെയും ഭാര്യയെയും കൂട്ടി മറുവശം കടക്കാൻ മുഹിയുദ്ദീന് സാവകാശം കിട്ടിയില്ല. ഞാൻ നേരെ ചെന്നുപെട്ടത് അവർക്ക് മുമ്പിലാണ്. അവർക്കരികിലെത്തുകയും ചുമലിൽ നിന്ന് കെട്ട് മറിഞ്ഞു വീഴാൻ തുടങ്ങുകയും ഒന്നിച്ചായിരുന്നു. ഇത് കണ്ട് കുട്ടികളിൽ വലിപ്പം കൊണ്ട് മൂത്തയാളെന്ന് തോന്നിക്കുന്ന പയ്യൻ പെട്ടെന്നത് താങ്ങിപ്പിടിച്ചിറക്കി വെച്ചു. ഞാൻ അവർക്ക് ശുക്ർ പറഞ്ഞു. തിരികെ അവർ എനിക്ക് സലാം, സൃഷ്ടാവ് നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ പേരു പറഞ്ഞും രാജ്യം പറഞ്ഞും ഞങ്ങൾ പരിചയപ്പെട്ടു. കയ്യിലെ കെട്ടിന് നല്ല ഭാരമുണ്ടായിരുന്നതുകൊണ്ട് അത് നിലം തൊട്ടത് ശക്തിയിലാണ്. അതിനാൽ കെട്ടിന്റെ കുറച്ചു ഭാഗം പൊളിഞ്ഞ് അകത്തെ സാധനങ്ങളിൽ ചിലത് പുറത്തു ചാടിയിരുന്നു. ഇറാനിയൻ കാർപ്പറ്റിന്റെ ഒരു ഭാഗവും വാൾഹാങ്ങറിന്റെ കൊളുത്തും കണ്ണിൽപ്പെട്ട മുഹിയുദ്ദീൻ ഒരു മുഖവുരയും കൂടാതെ ചോദിച്ചു, നിനക്ക് കച്ചവടമാണല്ലേ? എന്തൊക്കെയാണ് നീ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്? എനിക്ക് സംശയമായി. ഇയാളും ഒരു കച്ചവടക്കാരനാണ്. അതാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, എന്തോ തെക്കി നിറച്ച സാമാന്യം വലിപ്പമുള്ള 2 സഞ്ചികൾ നിലത്തിരിക്കുന്നു. എനിക്ക് കച്ചവടമാണിതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തിരക്കി, എന്താണിതിലൊക്കെ? അയാൾ പറഞ്ഞു, സിറിയയിൽ നിന്ന് കൊണ്ടുവന്ന ടേബിൾ ക്ലോത്തുകളാണ്. കുറച്ച് സാമ്പിളുകൾ കാണിച്ച് ഓർഡർ കിട്ടുമോ എന്ന് നോക്കാൻ ഇറാനികളെ കാണാൻ സൂക്കിൽ പോയതാണ്. അവർക്കിത് കാർപ്പറ്റിന്റെ കൂടെ ഡിസ്പ്ലേ ചെയ്താൽ വാങ്ങാൻ ആളുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. ടേബിൾ ക്ലോത്ത് കണ്ട് അവർക്ക് ഇഷ്ടമാവുകയും ചെയ്തു. പക്ഷെ അവർ പറഞ്ഞ വില കേട്ട് എനിക്ക് ദേഷ്യം വന്നു. എത്ര ദിവസത്തെ കഷ്ടപ്പാട് കൊണ്ടാണ് നെയ്തെടുക്കുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ കാർപ്പറ്റ് യന്ത്രത്തിലുണ്ടാക്കുന്നത് പോലെ എളുപ്പമല്ല ഇതിന്റെ ചിത്രപ്പണികളെന്ന് ഞാൻ ആവുന്നത് പറഞ്ഞു. പക്ഷെ അവർ കേൾക്കണ്ടേ? യന്ത്രങ്ങളെ വിട്ട് കൈകൾ കൊണ്ട് തുന്നിയുണ്ടാക്കിയ വിരിപ്പുമായി ജീവിക്കാനിറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ നിസ്സഹായത അത്രയും ആ മുഖത്ത് കണ്ടു. സ്വന്തം ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഇടിയുക എന്നാൽ സ്വജീവിതത്തിന് തന്നെ വില ഇടിയുകയാണെന്നാണ് അർത്ഥം. ഇത്തരം ആളുകളെ കണ്ടുമുട്ടുന്ന ഒരു വഴിയിലാണ് യാത്രകൾ എന്നതുകൊണ്ട് മുഹിയുദ്ദീന്റെ വേദന എനിക്ക് അനുഭവിക്കാനായി. ഞാൻ അവരെ സ്നേഹപൂർവ്വം ഒരു ചായയ്ക്ക് ക്ഷണിച്ചു. അവർ സിറിയയിൽ നിന്നായതിനാൽ അവർക്കിഷ്ടമാകുന്ന ഭക്ഷണം കിട്ടുന്ന ഒരു അറബ് റെസ്റ്റോറന്റിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. കുട്ടികൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ടാവാം അവർ വേഗതയിലും ഇഷ്ടത്തിലുമാണ് വിഭവങ്ങൾ കഴിച്ചു തീർത്തത്. മുഹിയുദ്ദീൻ ബില്ല് പേ ചെയ്യാൻ നടത്തിയ ശ്രമം തടഞ്ഞ് ഞാനത് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇതെന്റെ നാടാണ്, നിങ്ങൾ എൻ്റെ അതിഥികളാണ്. ഞാൻ സിറിയയിൽ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്കപ്പോൾ പകരം വീട്ടാം. ഞാൻ തമാശയായി പറഞ്ഞത് മുഹിയുദ്ദീൻ കാര്യമായിട്ടെടുത്തു. എങ്കിൽ നീ ഒരുങ്ങിക്കൊള്ളൂ, ഞങ്ങളുടെ കൂടെ വരാൻ. ഡമാസ്കസിലെ ഞങ്ങളുടെ വീട്ടിൽ നിനക്ക് നിൽക്കാം. വീടത്ര വലിപ്പമുള്ളതൊന്നുമല്ല, പക്ഷെ നീ മടങ്ങിപ്പോകുന്നതുവരെ അത് നിന്റെ സ്വന്തം വീടായിരിക്കും. പറഞ്ഞത് ഒരു തീന്മേശ ഉപചാരമായിട്ടല്ല, ഉള്ളിൽ തട്ടിയാണ്. കണ്ണും മനസ്സും കൈവിരലുകളും ഒന്നു ചേർന്ന് ക്ഷമയോടെ പ്രവർത്തിക്കേണ്ട കൈവേല ഉപജീവനമാക്കിയെടുക്കുന്ന ഒരാളിന് വ്യാജമായി ആരെയും സ്നേഹിക്കാനാവില്ല. ഹൃദയനൈർമല്യമുള്ളവർക്കേ അത്തരം കൈവേലകളിൽ ഏർപ്പെടാനാകൂ. മുഹിയുദ്ദീൻ കൊണ്ടുവന്നിട്ടുള്ള വിരിപ്പുകൾ കാണാൻ എനിക്ക് ആഗ്രഹമായി. അയാൾ സഞ്ചിയിൽ നിന്ന് ഓരോന്നായി എടുത്ത് റെസ്റ്റോറന്റിലെ ഫാമിലി മുറിയിലെ മേശമേൽ നിവർത്തിയിട്ടു. ഓരോന്നും ഇടുമ്പോൾ അതിന്റെ ഗുണഗണങ്ങളെയും നെയ്ത്തുരീതികളെയും പറ്റി ഭാര്യ പറഞ്ഞുകൊണ്ടിരുന്നു. മിനുസമുള്ള പരുത്തി തുണിയിൽ
സുവർണ്ണ നൂൽ കൊണ്ട് ചിത്രങ്ങൾ നെയ്തെടുത്ത അവയെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇതിന് ദുബായിലും ഷാർജയിലും എങ്ങനെയാണ് വിപണി കണ്ടെത്തേണ്ടതെന്ന് അവർക്ക് പറഞ്ഞുകൊടുത്തു. പക്ഷെ ആ വഴിക്കൊന്നും താൻ പോയിട്ട് കാര്യമില്ലെന്ന മട്ടിൽ മുഹീദ്ദീൻ ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾക്കുണ്ടാക്കാനേ അറിയൂ, നിന്നെപ്പോലെ വിൽക്കാൻ അറിയില്ല. ദമാസ്കസിൽ വന്നാൽ നിനക്കിതുപോലെ പലതും ഞാൻ ഏർപ്പാടാക്കിത്തരാം. നീ സ്ഥിരമായി ഞങ്ങൾക്കൊരു ഓർഡർ തന്നാൽ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത്. അനിശ്ചിതത്വം നിറഞ്ഞ ബിസിനസ് കാര്യങ്ങളിൽ ആർക്കും അത്തരം ഉറപ്പുകളൊന്നും നൽകാനാവില്ലെന്ന് പറഞ്ഞാൽ മുഹീദ്ദീനും ഭാര്യയും തിരിച്ചറിവായി വരുന്ന കുട്ടികളും സങ്കടപ്പെടും. ഞാൻ ധർമ്മസങ്കടത്തിലായി. മേശവിരിപ്പുകൾ മടക്കി തിരികെ സഞ്ചിയിൽ വെക്കുമ്പോൾ മുഹീദ്ദീൻ വാടിയ പുഞ്ചിരിയോടെ പറഞ്ഞു: നീ ഇപ്പോൾ ഓർക്കുകയാവും, ഭാര്യയെയും 7 മക്കളെയും കൂട്ടി എന്തിനാണ് ഞാൻ ഇത്ര സാഹസപ്പെട്ട് വന്നതെന്ന്. കച്ചവടത്തിനാണോ, മറ്റൊരു രാജ്യം കാണാനാണോ, എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ 2 കാര്യവും ഒന്നിച്ച് നടക്കുമെങ്കിൽ നടക്കട്ടെ എന്ന് കരുതിയെന്നത് ഒരു സത്യമാണ്. ഇപ്പോഴത്തെ എന്റെ സന്തോഷം നിന്നെപ്പോലൊരാളെ എനിക്ക് കാണാൻ പറ്റിയല്ലോ എന്നാണ്. ഒരുപക്ഷെ ഈ യാത്ര ദൈവം നിശ്ചയിച്ചതാവും. ഇല്ലെങ്കിൽ ഒരു ട്രാഫിക് സിഗ്നലിൽ നമ്മൾ നേർക്കുനേർ വന്നതെന്തിനാണ്? ആ ചോദ്യത്തിന് ചില മാനങ്ങൾ കൈവരുന്നതായാണ് പിന്നീടുള്ള അനുഭവങ്ങൾ തെളിയിച്ചത്. ജീവിതം വഴിതിരിയുന്ന ചില നാൾക്കൂട്ട പെരുവഴികളിൽ നാം അറിയാതെ എത്തിച്ചേരുമെന്നും അത് വരുംകാലത്തിലേക്ക് വഴികാട്ടിയാകുമെന്നൊക്കെ വിശ്വസിക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ. ഞങ്ങൾ കണ്ടുമുട്ടിയ ട്രാഫിക് സിഗ്നൽ ഞങ്ങളെ ഈ വിധം നയിക്കുകയായിരുന്നുവെന്ന് പറഞ്ഞാൽ തെല്ലുമില്ല ഇതിൽ അതിഭാവുകത്വം. അതുവരെ ഞാൻ പോകാൻ ആഗ്രഹിക്കാത്ത ഒരു രാജ്യമായ സിറിയയിലേക്ക് മുഹിയുദ്ദീനും കുടുംബവും എനിക്ക് വഴിതെളിച്ചു എന്ന് സാരം. എന്നെയും കൊണ്ടേ പോകൂ എന്ന സ്നേഹപൂർണമായ അവരുടെ സമ്മർദ്ദത്തെ ചില കാരണങ്ങളാൽ അതിജീവിക്കാനായില്ല. അവർക്കൊപ്പം ഡമാസ്കസിലെത്തിയാൽ അവർ ഉൾപ്പെടുന്ന ഒരു സമൂഹം നെയ്തെടുക്കുന്ന സാധനങ്ങൾക്ക് ദുബായിലേക്കൊരു വിപണി തുറന്നു കിട്ടുമെന്ന അവരുടെ വിശ്വാസമായിരുന്നു അതിലൊന്ന്. നീ ഞങ്ങളോടൊപ്പം പോരുന്ന പക്ഷം 9 കുട്ടികളുള്ള ഒരു അശരണ കുടുംബത്തെ കരകയറ്റാനുള്ള ഒരു ദൈവനിയോഗം കൂടിയാകുമത് എന്ന് മുഹിയുദ്ദീൻ പറയാതെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നോട് സംസാരിക്കുമ്പോൾ വിഷാദച്ഛവി അണിയുന്ന, എവിടെയും നോട്ടമുറയ്ക്കാതെ പോകുന്ന ആ കണ്ണുകളിലൂടെ. ദുബായിലെ തെബ്സ സ്റ്റോർ കേന്ദ്രമാക്കിയുള്ള എന്റെ ബിസിനസ് നന്നായി പുഷ്ടിപ്പെട്ടു വരുന്ന ഒരു കാലമായിരുന്നു അത്. സ്റ്റോറിന്റെ ബ്രാഞ്ചുകൾ ദുബായിലെ പ്രസിദ്ധമായ 2-3 ഹോട്ടലുകളുടെ വകയായുള്ള ഔട്ട്ലെറ്റിൽ തുടങ്ങാനുള്ള അവസരം കൈവന്നിട്ടുണ്ട്. അതിനായി കുറഞ്ഞത് 3 ആഴ്ചയെങ്കിലും എനിക്ക് നിന്നേ മതിയാകൂ. അക്കാര്യം ഞാൻ അറിയിച്ചിട്ടും മുഹിയുദ്ദീൻ പിന്മാറ്റത്തിന് തയ്യാറായില്ല. താൻ ആദ്യം പോവുകയും തിരക്കൊഴിഞ്ഞ് ഞാൻ എത്തിക്കൊള്ളാമെന്ന് പറയുന്നത് സംഭവിക്കാതിരിക്കുകയും ചെയ്തെങ്കിലോ എന്ന ആശങ്കയായിരുന്നു അയാൾക്ക്. എനിക്ക് യാത്രയ്ക്ക് സൗകര്യപ്പെടുവോളം ഷാർജയിൽ താമസത്തിനെടുത്തിട്ടുള്ള ഹോട്ടൽ അപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞുകൊള്ളാമെന്നായി മുഹിയുദ്ദീന്റെ ഉപാധി. അതോടെ എനിക്ക് പിന്നെ എതിർക്കാൻ വഴിയില്ലാതായി. എന്നെ കാത്തുനിൽക്കുന്ന ദിവസങ്ങളിൽ അധികരിക്കുന്ന ഹോട്ടൽ അപ്പാർട്ട്മെന്റിന്റെ വാടക അവർക്ക് താങ്ങാനാവില്ലെന്ന് കണ്ട് അജ്മാനിൽ ഒരു ചെറിയ വീട് അവർക്കായി ഏർപ്പാടാക്കി. അത്രയും ദിവസത്തെ ആഹാരത്തിനും മറ്റ് ചെലവുകൾക്കുമായി കുറച്ച് പണവും നൽകി. പക്ഷെ അത് വാങ്ങാൻ മുഹിയുദ്ദീന്റെ അഭിമാനം ആദ്യം അനുവദിച്ചില്ല. ഏത് കഷ്ടപ്പാടിനിടയിലും ആത്മാഭിമാനത്തിന് വലിയ വില കൽപ്പിക്കുന്നവരുണ്ടാവുമല്ലോ. അതിനെ മാനിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതൊരു സൗജന്യമല്ല. നിങ്ങളുമായി ഉണ്ടാകാവുന്ന ഒരു ബിസിനസ്സിൽ ഞാൻ നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആദ്യ ഭാഗമായി ഇതിനെ കണ്ടാൽ മതി. അതുവരെ മങ്ങിക്കണ്ട മുഹിയുദ്ദീന്റെ കണ്ണുകൾ പ്രകാശിച്ചു. അതിന്റെ വെളിച്ചം അയാളുടെ ഭാര്യയുടെ മുഖത്തും പടർന്ന് പരിലസിച്ചു. ദുബായിലെ എന്റെ തിരക്കിട്ട പരിപാടികളൊക്കെ അവസാനിച്ചപ്പോഴേക്കും ആഴ്ച 3 കടന്നുപോയി. അത്രയും ദിവസം കാത്തിരിക്കേണ്ടി വന്നതിൽ ഞാൻ മുഹിയുദ്ദീനോടും കുടുംബത്തോടും ക്ഷമാപണം ചെയ്തു. ഭാവിയും നോക്കിയുള്ള ഇരിപ്പാണ് മനുഷ്യജീവിതമെന്ന് അല്പം തത്വചിന്താപരമായിട്ടായിരുന്നു മുഹിയുദ്ദീന്റെ ചിരിച്ചുകൊണ്ടുള്ള മറുപടി. ഷാർജയിൽ നിന്ന് ഡമാസ്കസിലേക്കുള്ള വിമാനയാത്രയിൽ മുഹിയുദ്ദീൻ പറഞ്ഞതൊക്കെയും സിറിയയുടെ പൂർവ്വകാല സൗഖ്യവും വർത്തമാനകാല അനിശ്ചിതത്വവും ഭീതിതമാകാവുന്ന ഭാവിയെയും പറ്റിയാണ്. നന്നായി വായിക്കുന്ന ആളാണ് മുഹിയുദ്ദീൻ എന്നറിഞ്ഞപ്പോൾ എനിക്ക് ബഹുമാനം വർദ്ധിച്ചു. അയാളുടെ ബാപ്പ ഒരു അറബ് അധ്യാപകനാണ്. വീട്ടിൽ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. അറബ് സംസ്കാരവും അറബ് കലകളും കൈവേലകളും അറബ് രാഷ്ട്രീയവും വെളിപ്പെടുത്തുന്ന ആ ഗ്രന്ഥങ്ങൾ വായിച്ചു വളർന്ന താൻ എങ്ങനെയാണ് നെയ്ത്തിന്റെ യാഥാസ്ഥിതിക ലോകത്തെത്തിപ്പെട്ടതെന്ന് അയാൾ തെല്ലു വിഷമത്തോടെ ആത്മഗതം ചെയ്തു. അത് കേൾക്കെ ആ സിഗ്നൽ വെളിച്ചം ഒരു സാധൂകരണമായി ഉള്ളിൽ തെളിഞ്ഞു. ഓരോ മനുഷ്യനിലും തന്നിലുറങ്ങുന്ന വാസനയുടെ മേൽ ഒരു ദിശാവെളിച്ചം തെളിയുമായിരിക്കും.
അതിന്റെ പ്രഭയിലാകും പിന്നെ ജീവിതം തെളിയിച്ചെടുക്കൽ. പിന്നെ മറ്റൊരു വെളിച്ചം തേടാൻ കഴിയാതെ, അല്ലെങ്കിൽ അതിന് ശ്രമിക്കാതെ, ആ വെളിച്ചത്തിന്റെ നിറമായി, നിഴലായി, നിശബ്ദമായി ജീവിതം അങ്ങ് ഒഴുകിപ്പോകും. കലാത്മകതയുടെ മറുപുറത്ത് ഇതുപോലെ ചുടുനിശ്വാസവുമായി ആളുകൾ ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയാൻ തുടങ്ങിയത് മുഹിയുദ്ദീനിലൂടെയാണ്. ഒരു നിർബന്ധിത സാഹചര്യം സൃഷ്ടിച്ചെടുത്ത ഈ സിറിയൻ യാത്രയ്ക്ക് ശേഷമാണ് കൂടുതൽ അർത്ഥസമ്പുഷ്ടമായ യാത്രകൾ ഞാൻ ആരംഭിക്കുന്നതും ഇതുപോലുള്ള ആളുകളെ കണ്ടുമുട്ടുന്നതും. അനുഭവതീഷ്ണതയേറിയ ഏടുകൾ ഇതിനു മുമ്പേ പറഞ്ഞുവെന്നു മാത്രം. നൂറ്റാണ്ടുകളുടെ സംസ്കാരം കൂടാരമൊരുക്കി നിൽക്കുന്ന ഡമാസ്കസ് എന്ന പ്രാചീനവും പ്രൗഢവുമായ നഗരത്തെ വട്ടം ചുറ്റി വിമാനം നിലം തൊടുമ്പോൾ വെയിൽ ചാഞ്ഞു തുടങ്ങിയിരുന്നു. പരശതം പള്ളികളുടെ ആകാശം തുളയ്ക്കുന്ന മീനാരങ്ങളെയും താഴികക്കുടങ്ങളെയും ഉയർന്ന കെട്ടിടങ്ങളെയും തഴുകി നിൽക്കുന്ന ഇളം ശോണിമ കലർന്ന അസ്തമയ വെളിച്ചത്തിൽ നഗരം ശോഭിതം. ഡമാസ്കസ് നഗരത്തിൽ നിന്ന് 70 കിലോമീറ്റർ അകലെയാണ് മുഹിയുദ്ദീന്റെ വീട്. ഒരു വാഹനത്തിലേറി അവിടെ എത്തുമ്പോൾ രാത്രിയാകും. അതിനാൽ ഒരു പകൽ നേരം വീട്ടിൽ വന്നുകൊള്ളാമെന്നും ഇപ്പോൾ ഞാനൊരു ഹോട്ടലിലേക്ക് പോകുന്നതാണ് നല്ലതെന്നും ആ സ്നേഹലോലുപരെ സമ്മതിപ്പിച്ചെടുക്കാൻ കഷ്ടപ്പെടേണ്ടി വന്നു. കുറഞ്ഞ ചെലവിൽ കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന ചില ഹോട്ടലുകളുടെ പേരുകൾ മുഹിയുദ്ദീൻ നിർദ്ദേശിച്ചു. ദമാസ്കസിനെയും അതുവഴി സിറിയയെയും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കണ്ടെത്താൻ എന്റെ തൊഴിൽപരമായി ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം പുസ്തകക്കടകളെ ആശ്രയിക്കുന്നതാണെന്നും ഉപദേശിച്ചു. സ്വന്തമായി ഗ്രന്ഥപ്പുരയുള്ള സിറിയൻ പൗരനത് പറയുമ്പോൾ പിന്നെ ഞാൻ പതിവ് വഴിയെ പോകേണ്ടതില്ലല്ലോ. പിറ്റേന്ന് നടത്തിയ ബുക്ക് സ്റ്റാൾ സന്ദർശനങ്ങളിൽ വേണ്ടതൊക്കെയും ഞാൻ അവിടെ കണ്ടുവെങ്കിലും കല്ലുകടിക്കുന്ന അനുഭവങ്ങളും കൂട്ടത്തിലുണ്ടായി. പുസ്തകങ്ങൾ ഒരു സാംസ്കാരിക ഉൽപ്പന്നമായിരിക്കെ അത് വിൽക്കാൻ തരം താണ തന്ത്രങ്ങൾ മെനയാമോ? പാടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് കണ്ട് ബുക്ക് സ്റ്റോൾ ഉടമ എനിക്ക് നമസ്തേ പറഞ്ഞത് മനസ്സിലാക്കാം. പക്ഷേ ഷോലയിലെ ഇന്ത്യൻ യോഗി ഓഷോ രജനീഷിന്റെ പുസ്തകങ്ങളെ നിലവാരം കുറഞ്ഞ അർത്ഥസംജ്ഞയോടെ എന്നെ ഇംപ്രസ് ചെയ്യാനുള്ള അയാളുടെ ശ്രമം എനിക്ക് അരോചകമായി. ഞാൻ അവിടം വിട്ട് മറ്റൊരു പുസ്തകശാലയിൽ പോയപ്പോൾ എന്നെ സ്വീകരിച്ചതാവട്ടെ ചുണ്ടിൽ ചായം പുരട്ടിയ ഹിജാബ്ധാരികളായ 2 പെൺകുട്ടികൾ. കോളേജ് വിദ്യാർത്ഥികളായ അവർ സ്വന്തം ആവശ്യങ്ങൾക്കുള്ള പണം കണ്ടെത്താൻ ഇവിടെ പാർട്ട് ടൈം ജോലിയെടുക്കുകയാണ്. സിറിയയുടെ കരകൗശല വാണിജ്യ ചരിത്രം വിഷയമാകുന്ന പുസ്തകങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ ജനുസിൽപ്പെട്ട 2 ഡസനോളം കനപ്പെട്ട ഗ്രന്ഥങ്ങൾ മുമ്പിലേക്ക് അവർ കൊണ്ടുവച്ചു. ആ കാര്യക്ഷമതയെ ഉടൻ ഞാൻ അഭിനന്ദിച്ചത് അവരെ കൂടുതൽ ഉത്സാഹികളാക്കി. അതിൽ 10ഓളം ബുക്കുകൾ യാതൊരു വിലപേശലും കൂടാതെ വാങ്ങിയത് അവരെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്തു. പഠിക്കുന്നതിനിടയിൽ തൊഴിൽ ചെയ്ത് വരുമാനമുണ്ടാക്കാൻ സന്നദ്ധത കാട്ടിയ ആ പെൺകുട്ടികൾ ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ എന്റെ കൗമാരകാലത്തെ ഓർമ്മിപ്പിച്ചു. അതവരെ ഭംഗ്യന്തരേണ അറിയിച്ചപ്പോൾ അവർക്കെന്റെ കർമ്മമണ്ഡലത്തെപ്പറ്റി അറിയണമെന്നായി. പ്രതിസന്ധികളിൽ പതറാതെ കരുത്തോടെ ജീവിക്കാൻ അത് കുട്ടികൾക്കെന്തെങ്കിലും പ്രചോദനമായെങ്കിലോ എന്ന് കണ്ട് ഞാനൊരു ഹ്രസ്വ വിവരണം നൽകി. അത് കേട്ട് ആവേശത്തിലായ സാറാ മറിയവും ബിൻതാസിനെയും ചോദിക്കുകയായി, താങ്കളുടെ കമ്പനിയിൽ ഞങ്ങൾക്കൊരു ജോലി തരുമോ? ഞങ്ങൾ ദുബായിക്ക് പോന്നോട്ടെ. ഇപ്പോൾ ആവേശം കാണിക്കേണ്ടത് നല്ല രീതിയിൽ പഠിപ്പ് പൂർത്തിയാക്കാനാണ്. മറ്റു ചിന്തകൾ അതിനുശേഷം മതി. തിടുക്കപ്പെടുകയോ ആശങ്കപ്പെടുകയോ വേണ്ട. ഈ ഭൂമി നിറയെ അവസരങ്ങളാണ്. ഈ പ്രകൃതി എന്ന് പറയുന്നത് അവസരങ്ങളുടെ ഖനിയാണ്. അത് കണ്ടെത്താനുള്ള ബുദ്ധി ഉണ്ടായാൽ മാത്രം മതി. ആ നിർദ്ദേശം ആ പെൺകുട്ടികളുടെ തലയ്ക്കുള്ളിൽ ഒരു വെളിച്ചം വീഴ്ത്തിയിട്ടുണ്ടാവാമെന്ന് അവരുടെ കണ്ണുകളിൽ പൊടുന്നനെ ഉദിച്ചൊരു തിളക്കം കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഹോട്ടൽ മുറിയിൽ തിരികെ എത്തിയ പാടെ വിശപ്പിന് ഭക്ഷണം തേടുന്ന ഒരാളുടെ മനസ്സോടെ ഞാൻ പുസ്തകങ്ങൾ പരതാൻ തുടങ്ങി. സിറിയയുടെ വാണിജ്യ ചരിത്രവും സാംസ്കാരിക സാമൂഹിക ചരിത്രവും ഇഴപിരിഞ്ഞു കിടക്കുന്നതായാണ് പുസ്തകങ്ങൾ പലതും പറയുന്നത്. റഷ്യയുടെ സഹായത്താൽ നിർമ്മാണത്തിന്റെ പലവിധ മേഖലകളിലും മേൽക്കൈ നേടിയ രാജ്യമാണ്. പല കാര്യങ്ങളിലും പണ്ടേ സ്വയം പര്യാപ്തത വരിച്ചതാണ്. പക്ഷേ വൈദഗ്ധ്യം നിറഞ്ഞ മാർക്കറ്റിംഗിന്റെ അപര്യാപ്തത കൊണ്ട് ലോകത്തിന്റെ ആവശ്യങ്ങളുമായി ഇതിനെ ഇണക്കി ചേർക്കാനായില്ല. 1400 വർഷത്തെ വാണിജ്യ സംസ്കാരം അങ്ങനെ വേണ്ടവിധം ശ്രദ്ധിക്കപ്പെടാതെ പോയതായി സിറിയൻ ബിസിനസ് എന്ന വിഷയത്തെ അധികരിച്ചെഴുതിയ 600 പുറങ്ങളുള്ള ഒരു പുസ്തകം അടിവരയിടുന്നു. അതിലെ ഡമാസ്കസിലെ മാർക്കറ്റുകൾ എന്ന അധ്യായത്തിൽ നിന്ന് പ്രമുഖമെന്ന് കണ്ട മാർക്കറ്റുകളുടെ പേരുകൾ കുറിച്ചെടുത്ത് സന്ദർശനത്തിനിറങ്ങി. ടാക്സിയിൽ ചുറ്റിക്കറങ്ങിയുള്ള ആ സന്ദർശനം ഒരു പകലോ രാത്രിയോ കൊണ്ടൊന്നും അവസാനിക്കാതെ നീണ്ടു.
അത്രയ്ക്കും വിപുലമായിരുന്നു ഡമാസ്കസിലെ പൗരാണിക ആധുനിക മാർക്കറ്റുകളും അതിനെ ചൂഴുന്ന തെരുവുകളും. എന്റെ ബിസിനസ്സുമായി കോർത്തിണക്കാവുന്ന ധാരാളം സാധനങ്ങൾ അവിടങ്ങളിൽ കണ്ടു. പലതിനും ഓർഡർ നൽകുകയും ചെയ്തു. അടുത്ത ദിവസത്തെ മാർക്കറ്റ് സന്ദർശനം കഴിഞ്ഞ് ഹോട്ടലിൽ തിരിച്ചെത്തുമ്പോൾ റിസപ്ഷനിൽ എന്നെയും കാത്തിരിക്കുന്നു മുഹിയുദ്ദീൻ. എനിക്കുള്ള ഭക്ഷണവും കയ്യിൽ കരുതിയിട്ടുണ്ട്. എന്നെ പിടിച്ച പിടിയാലെ കൊണ്ടുപോകാനുള്ള ഒരു വരവായിരുന്നു അത്. കുറച്ചു മാർക്കറ്റുകൾ കൂടി കാണാനുണ്ടായിരുന്നുവെങ്കിലും അതിനനുവദിക്കാതെ അന്ന് തന്നെ മുഹിയുദ്ദീൻ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു പഴയ റഷ്യൻ നിർമ്മിത കാറായ ലാഡ കാറിലായിരുന്നു യാത്ര. ബാപ്പയുടെ കാലത്തെയുള്ള വാഹനമാണിതെന്ന് പറയാൻ മുഹിയുദ്ദീൻ ഒട്ടും മടിയുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ തന്റെ മക്കളും ഇത് ഓടിച്ച് നടന്നേക്കാമെന്ന് അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു. നഗരത്തിൽ നിന്ന് 70 കിലോമീറ്റർ ദൂരം പിന്നിട്ട് പഴയ മാതൃകയിലുള്ള വീടുകൾ കൂട്ടം കൂട്ടമായി സ്ഥിതി ചെയ്യുന്ന ഒരിടത്തിലേക്ക് കാർ എത്തിച്ചേർന്നു. മറ്ററബ് പ്രവിശ്യയിലെ പാർപ്പിടങ്ങളിലേതുപോലെ ഈ വീടുകളും കാണപ്പെട്ടത് മണ്ണിന്റെയും ഐവറിയുടെയും നിറം പൂണ്ടിട്ടായിരുന്നു. ചൂടിനെ പ്രതിരോധിക്കാൻ കണ്ടെത്തിയ നിറമായിരിക്കുമിത്. അല്ലെങ്കിൽ മരുഭൂമിയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലെല്ലാം എങ്ങനെയാണ് ഈ നിറം സ്വീകരിക്കപ്പെടുക? 60-70 വർഷം പഴക്കമുള്ള മൺകട്ടകൾ കൊണ്ട് പണിത ഒതുക്കമുള്ള ഇരുനില വീടായിരുന്നു മുഹിയുദ്ദീനിൻ്റേത്. വീട്ടുമുറ്റത്ത് വന്ന തങ്ങളുടെ കാറിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞിട്ടെന്ന പോലെ മുഹിയുദ്ദീനിന്റെ 9 മക്കളും വാതിൽ തുറന്ന് വരാൻ തുടങ്ങി. പിന്നാലെ ഭാര്യയും ഒരു വൃദ്ധനും. കഴുത്തുമുതൽ പാദം വരെ നീളുന്ന കുപ്പായവും വെള്ളിക്കമ്പികൾ പോലെ നീണ്ട താടിരോമങ്ങളുമുള്ള 90 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആ വൃദ്ധന്റെ മുഖം കണ്ടാൽ അറിയാം അത് മുഹിയുദ്ദീന്റെ ബാപ്പയാണ്. അത്രയ്ക്കുമുണ്ട് അവർ തമ്മിൽ സാദൃശ്യം. തിങ്ങി വിങ്ങുന്ന സ്നേഹത്തിനും പേരറിയുന്നതും അറിയാത്തതുമായ പലതരം ആഹാരപദാർത്ഥങ്ങൾക്ക് നടുവിലും ഞാൻ വീർപ്പുമുട്ടിയ ആ ദിവസത്തെയും അവിടെ താമസിച്ച എല്ലാ ദിവസങ്ങളെയും വാക്കുകളിൽ പകരാനാവില്ല. എനിക്കായി ഒരുക്കിയ മുകൾനില മുറിയുടെ ചുവരുകൾ പുസ്തകാലമാരകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ബാപ്പ അറബ് അധ്യാപകനായി ജോലി നോക്കുന്ന കാലത്ത് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്നും മിച്ചം പിടിച്ച് സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഷോപ്പുകളിൽ നിന്നും വാങ്ങിയതാണ് ആ പുസ്തകങ്ങളൊക്കെയുമെന്ന് രാത്രിയിൽ എനിക്ക് നല്ല ഉറക്കം കിട്ടാനുള്ള ജ്യൂസുമായി കയറി വന്ന മുഹിയുദ്ദീൻ പറഞ്ഞു. ആ ജ്യൂസ് കുടിച്ചതുകൊണ്ടാവാം അധികം ബുക്കുകൾ മറിച്ചു നോക്കാൻ കഴിയും മുമ്പ് തന്നെ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി. ഉറക്കമുണർന്നു കണ്ട ആദ്യ ജാലക കാഴ്ച പരിസരത്തുള്ള വീടുകളുടെ മുകൾ പരപ്പിലും ചുറ്റുപാടും അയയിൽ തൂക്കിയ വിധം കണ്ട പല നിറത്തിലുള്ള തുണികളാണ്. ചായമുണക്കാനിട്ടവ. മുഹിയുദ്ദീൻ കാണിച്ചു തന്ന മേശവിരിപ്പിന്റെ വലിയ രൂപങ്ങൾ. ഈ പ്രദേശം മുഴുവനും ഉപജീവനം കഴിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട തൊഴിലിലൂടെയാണെന്ന് ആ കാഴ്ച വിളംബരം ചെയ്യുന്നു. ഓരോ വീടും ഓരോ യൂണിറ്റാണ്. അതിന്റെ പിന്നണി പ്രവർത്തകർ ഒന്നടങ്കം ഞാനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് കാത്തിരിക്കുകയാണെന്ന് മുഹിയുദ്ദീൻ അറിയിച്ചു. കൂടിക്കാഴ്ച എന്ന് പറഞ്ഞപ്പോൾ 20 ഏറിയാൽ 30 പേരെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു കമ്മ്യൂണിറ്റി ഹാളിലെ ആ മീറ്റിംഗിന് എത്തിച്ചേർന്നത് 200 പേരാണ്. തങ്ങളുടെ ഏറ്റവും മികച്ച നിർമ്മിതിയുടെ സാമ്പിളുകളുമായാണ് എല്ലാവരും വന്നിട്ടുള്ളത്. ഞാൻ എത്തും മുമ്പ് തന്നെ അവർ ഹാളിന്റെ ഇരുവശങ്ങളിലുമായി അത് പ്രദർശന സജ്ജമാക്കിയിരുന്നു. ട്രേഡ് സെന്ററിലെ ഒരു എക്സിബിഷൻ ഹാളിൽ പ്രവേശിച്ചതുപോലെയാണ് അനുഭവപ്പെട്ടത്. അത്രയ്ക്കും ഭംഗിയോടെയും ചിട്ടയോടെയുമായിരുന്നു ആ ഡിസ്പ്ലേ. മുഹിയുദ്ദീന്റെ നിർദ്ദേശപ്രകാരം ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലും കോട്ടേജ് ഇൻഡസ്ട്രിയിലും ഊന്നിയും ഒരു ക്ലാസ് അവർക്ക് നൽകി. ഒരു അധ്യാപനമാണെന്ന് തോന്നിക്കാത്ത അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണെന്ന രീതിയിലായിരുന്നു അത്. കാരണം തങ്ങളിൽ ഒരാളാണ് സംസാരിക്കുന്നതെന്ന് തോന്നിക്കുന്നതാണ് ഇവിടെ അഭികാമ്യം. നിങ്ങളുടെ യൂണിറ്റുകളെ അനുഭവജ്ഞാനവും ലോകപരിചയവുമുള്ള ഒരാൾ നയിക്കാനുണ്ടാകുന്നത് നല്ലതാണെന്നും ആ യോഗ്യതയുള്ള ഒരാൾ എന്ന നിലയിൽ മുഹിയുദ്ദീൻ മുന്നോട്ട് വരണമെന്നും മീറ്റിംഗിനൊടുവിൽ ആവശ്യപ്പെട്ടത് ഒരു അപ്രതീക്ഷിത വഴിത്തിരിവായി. എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു കുടുംബമാണ് മുഹിയുദ്ദീനിൻ്റെതെന്ന് മനസ്സിലാക്കിയാണ് ഞാനത് പറഞ്ഞത്. ഊട്ടക്കയ്യടിയോടെ അത് സ്വീകരിക്കപ്പെട്ടത് ആനന്ദാശ്രുക്കളോടെയാണ് മുഹിയുദ്ദീൻ കണ്ടിരുന്നത്. ആ സ്വീകാര്യത മുഹിയുദ്ദീനിന്റെ വൃദ്ധനായ ബാപ്പയെയും കണ്ണീരണിയിച്ചു. എല്ലാവരിൽ നിന്നുമായി 45,000 ദിർഹംസിന്റെ സാധനങ്ങൾക്ക് ഞാൻ ഓർഡർ നൽകി. അവരെ സംബന്ധിച്ച് അതൊരു മികച്ച തുടക്കമാവട്ടെ എന്ന് കരുതിക്കൊണ്ട് പിറകെ ഇതിൽ കൂടുതൽ ഇനിയും പ്രതീക്ഷിക്കാമെന്ന വാഗ്ദാനവും നൽകി. റീറ്റെയിൽ ഷോപ്പുകളിൽ ചരക്ക് കൊടുത്ത് മാത്രം ശീലമുള്ള അവർക്ക് ഇത്ര വലിയ ഡീൽ ആദ്യമായിരുന്നു. അതിനാൽ ബില്ല്, ടാക്സ് മുതലായ എക്സ്പോർട്ടിങ്ങിന് ആവശ്യമായ നടപടിക്രമങ്ങൾ എങ്ങനെ വേണമെന്നവർക്കറിയില്ലായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ ഞാൻ തന്നെ മുൻകൈയെടുത്ത് ഡമാസ്കസിലെ എക്സ്പോർട്ടിംഗ് വകുപ്പ് മേധാവികളെ കണ്ട് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. സൗദി അറേബ്യ വഴി UAE-യിലേക്ക് ധാരാളം ട്രക്കുകൾ നിത്യവും പോകുന്നുണ്ടെന്നും
ആ മാർഗത്തിലൂടെ ചരക്ക് ദുബായിൽ കിട്ടുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെ ലോജിസ്റ്റിക് കടമ്പയ്ക്കും പരിഹാരമായി. കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സിറിയൻ ഗവൺമെന്റ് നൽകുന്ന 10% റിബേറ്റ് ഉണ്ടെന്ന് ഓഫീസിൽ നിന്ന് അറിഞ്ഞത് മറ്റൊരു സന്തോഷത്തിന് വകയായി. 45,000 ദിർഹത്തിന് 4,500 ദിർഹം റിബേറ്റ്. സാമാന്യം നല്ലൊരു തുക. അതിന്റെ 5% താൻ അധ്യക്ഷനായ അനാഥാലയത്തിന് തന്നെ സംഭാവന നൽകണമെന്ന് മുഹിയുദ്ദീനിന്റെ ബാപ്പ നടത്തിയ അഭ്യർത്ഥന എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒന്നായി. ഒരു വെടിക്ക് പല പക്ഷികളെന്ന ആഹ്ലാദം എല്ലാ വീടുകളിലും നിറഞ്ഞു. സിറിയയിൽ നിന്നെത്തിയ ആദ്യ കൺസൈൻമെന്റ് ദുബായ് മാർക്കറ്റിൽ പ്രതീക്ഷിച്ചതിലും ഏറെ ചലനമാണ് ഉണർത്തിയത്. പൊയ്പോയ അറേബ്യൻ ഭക്ഷണ സംസ്കാരത്തിന്റെ ചിഹ്നങ്ങളായി അന്ന് നിലവിലുണ്ടായിരുന്ന പാത്രങ്ങളും തവിയും സ്പൂണും പിച്ചാത്തിയും അരിപ്പയും അതുപോലുള്ള അടുക്കള ഉപകരണങ്ങളും ചിത്രങ്ങളാക്കി തുന്നിയെടുത്ത മേശവിരികൾ അറബ് വംശജർക്കിടയിൽ കൗതുകമുണർത്തിയതാണ് ഈ സ്വീകാര്യതയ്ക്ക് കാരണമെന്ന് ഉപഭോക്താക്കൾക്കിടയിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്നറിയാനായി. പാരമ്പര്യമായ ഇത്തരം കാര്യങ്ങളോടൊപ്പം തീന്മേശയ്ക്ക് ഭംഗി കൂട്ടുന്ന ചില നിറങ്ങളും അലങ്കാരങ്ങളും ആകൃതിയുമൊക്കെ അതിൽ സന്നിവേശിപ്പിച്ചാൽ ഇന്റീരിയർ ഡിസൈനിന്റെ ഭാഗമായും അത് കൂടുതൽ ആകർഷിക്കപ്പെടുമെന്ന് ഞാൻ മുഹിയുദ്ദീനെ അറിയിച്ചു. ഞാൻ വാണിജ്യപരമായി കണ്ടതിനെ മുഹിയുദ്ദീന് കലാത്മകമായി കാണാനായി. അതിന്റെ ഫലശ്രുതി അളവറ്റതായിരുന്നു. തീന്മേശവിരിയിൽ ഒരു വിപ്ലവം അലയടിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാമായി. എത്രയധികം നിർമ്മിച്ചയച്ചാലും വിപണിയിൽ തികയാതെ വന്നു. അതോടൊപ്പം അറബ് വിവാഹ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള പലതിലും നടത്തിയ പരീക്ഷണങ്ങൾ എല്ലാം തന്നെ വിജയകരമായി. ഇമെയിലിൽ ഒതുങ്ങി നിന്ന ഞങ്ങളുടെ ദുബായ് ഡമാസ്കസ് വിനിമയം ചിത്രങ്ങളെടുക്കാവുന്ന മൊബൈൽ ഫോൺ പുറത്തിറങ്ങിയതോടെ കൂടുതൽ സർഗാത്മകമായി. ഏതൊരു ഡിസൈനാണോ ദുബായ്ക്ക് ആവശ്യം അതിന് സമാനമായ ഒന്നിന്റെ ചിത്രം അയക്കുകയേ വേണ്ടൂ. അതിന്റെ പരിഷ്കരിച്ച ഡിസൈനിലുള്ള സാധനങ്ങൾ വൈകാതെ എത്തിച്ചേരും. ഇവിടെ കച്ചവടം കൂടുതൽ മെച്ചപ്പെട്ടതോടെ അവിടെ മുഹിയുദ്ദീന്റെ ധനസ്ഥിതിയും മെച്ചപ്പെട്ടു. ഒപ്പം പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് പരിസരവാസികളുടെയും. വർഷങ്ങൾ അങ്ങനെ കടന്നുപോകവേ വലിയൊരു കാർമേഘം വന്ന് സൂര്യനെ വിഴുങ്ങിയ പോലെ പെട്ടെന്ന് ഒരിരുൾ പരന്നു. സിറിയയിൽ നിന്നുള്ള വിനിമയമെല്ലാം നിലച്ചു. ഫോണും മെയിലും ഉൾപ്പെടെയുള്ളവയെല്ലാം വിച്ഛേദിക്കപ്പെട്ടു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ വിദേശ ടെലിവിഷൻ ചാനലുകളെ ആശ്രയിച്ചപ്പോൾ ഞെട്ടലോടെ അറിയുന്നു, സിറിയ ആഭ്യന്തര യുദ്ധത്തിൽ അമർന്നിരിക്കുന്നു. ഇടയ്ക്കിടെ കമ്മ്യൂണിക്കേഷൻ പുനഃസ്ഥാപിക്കപ്പെടുമ്പോഴൊക്കെയും ഞാൻ മുഹിയുദ്ദീനെ ബന്ധപ്പെടാൻ നോക്കും. പക്ഷെ എല്ലായ്പ്പോഴും നിരാശയായിരുന്നു ഫലം. പോകെ പോകെ സിറിയയിൽ നിന്നുള്ള വാർത്തകൾ കൂടുതൽ ഭീതിജനകമാവുകയായിരുന്നു. അയൽ രാജ്യങ്ങൾ ശത്രുക്കളായി, സിറിയ യുദ്ധക്കളമായി, ഒരു ജനതയാകെ ഗതികിട്ടാ പ്രേതങ്ങളായി. കൂട്ടമരണങ്ങളും കൂട്ടപ്പലായനങ്ങളും നിത്യവാർത്തയായി. അയൽ രാജ്യമായ തുർക്കി വഴി യൂറോപ്യൻ വൻകരയിലേക്ക് പലായനം ചെയ്യാൻ ഗ്രീസിലേക്ക് ബോട്ടുകളിൽ ഒളിച്ചു കിടക്കുന്നതിനിടയിൽ അത് മുങ്ങി 100 കണക്കിന് സിറിയക്കാർ മരിച്ചുവെന്നറിയുമ്പോൾ ഞാൻ നടുക്കത്തോടെ മുഹിയുദ്ദീനിന്റെ കുടുംബത്തെ ഓർമ്മിച്ചു പോകും. മുഹിയുദ്ദീനിന്റെ ഭാര്യ തുർക്കിയിൽ വേരുള്ള കുടുംബത്തിൽ നിന്നുള്ളതാണ്. ആ ബന്ധം ഉപയോഗിച്ച് അവർ തുർക്കി വഴി സുഗമമായി യൂറോപ്പിൽ എത്തിക്കാണുമോ? എന്തായാലും എവിടെയായാലും മുഹിയുദ്ദീനും ഭാര്യയും അവരുടെ 9 മക്കളും ജീവിച്ചിരിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന.